നമസ്കാരം, ന്യൂട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1981 തന്നെ മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ. അപ്പോൾ പ്രധാനമായിട്ട് 3-4 പടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഈ 1981 മമ്മൂട്ടിക്കിനി 3 സിനിമകൾ മമ്മൂട്ടിയുടെ പറയാനുണ്ട്. ഒന്ന് തൃഷ്ണ, പിന്നെ അഹിംസ, അതിന് മമ്മൂട്ടി മോഹൻലാലും ഉണ്ട്. പിന്നെ ഉള്ളത് ഊതിക്കാച്ചിയെ പൊന്നെ, അതിലുണ്ട് മമ്മൂട്ടി മോഹൻലാലും. അപ്പോൾ ഇന്ന് നമുക്ക് തൃഷ്ണയും അഹിംസയും സംസാരിക്കാം. കാരണം അതിനകത്ത് മമ്മൂട്ടിയുടെ പടമാണ്, ഒരെണ്ണം മോഹൻലാലും ഉണ്ട് എന്നുള്ള ഒരു സാധനം വെച്ചിട്ട് ഇതിനകത്ത് 2 സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്ന ഐ.വി. ശശിയാണ്. തൃഷ്ണ സംവിധാനം ചെയ്തിരിക്കുന്നത് എം.ടി. വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റിൽ ഐ.വി. ശശി സംവിധാനം ചെയ്തിരിക്കുന്നു. അഹിംസ ടി ദാമോദരൻ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഐ.വി. ശശി സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടും പുള്ളിയുടെ മാസ്റ്റർ സാധനങ്ങളാണ്. അത് ആ സിനിമയിൽ അറിയാൻ പറ്റും. കാരണം അന്നത്തെ കാലത്ത് കത്തി നിറഞ്ഞ എല്ലാ നായകന്മാരും ഉണ്ട്. അഹിംസയിൽ രതീഷ്, സോമാരൻ, ലാലുലക്സ്, സത്താർ, പ്രതാപേന്ദ്രൻ, മമ്മൂട്ടി, മോഹൻലാൽ, രംഗേ നായർ, പപ്പു ഒരു വലിയ വേഷമല്ലേ? പപ്പു, അങ്ങനെ ഒരുപാട് പേര് അതിനാണ് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഇതുള്ള വേഷം. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നിയൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഹിന്ദു മുസ്ലിം വിഷയം, ആ ഒരു പൊളിറ്റിക്സ് പറയാൻ, ആ ഒരു പൊളിറ്റിക്സ്, പിന്നെ മുതലാളിത്തം, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് സീക്വൻസുകൾ. ഈ ജോസ് പ്രകാശിന്റെ കുടുംബം ഒരു പത്രം നടത്തുന്ന പത്രം മറ്റേ ഓട്ട് കമ്പനി. ഇന്നത്തെ കാലത്ത് ഓട്ട് കമ്പനിയൊക്കെ ആണല്ലോ. ഇന്നത്തെ പോലെ വലിയ വേറെ ബിസിനസ്സുകളൊന്നും ഇല്ല. ഓട്ട് കമ്പനി, പത്രം, അങ്ങനെ വലിയ വലിയ ബൈ കഥകളായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ, കുറേ ക്യാരക്ടേഴ്സിന്റെ. പപ്പുവിന്റെ പ്രണയം വരെ ഒരു വേറെ ട്രാക്കിൽ പോകും. പപ്പുവിന്റെ പ്രണയം, മോഹൻലാലിന്റെയും ജോസിന്റെയും ക്യാരക്ടർ ഒക്കെ വേറെ വേറെ കഥകളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനം. സബ് പ്ലോട്ടുകൾ നമുക്കിങ്ങനെ നമ്മളിപ്പോൾ മുമ്പൊക്കെ ഇപ്പോൾ തൃഷ്ണയുടെയൊക്കെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോകാൻ പറ്റും. ഇതങ്ങനെ പറയാൻ പറ്റില്ല. ഇത് തിരക്കഥ എഴുതി വായിച്ച പോലെ സീനായിട്ട് പറയേണ്ട കഥകളാണ്. കാരണം അവിടെ എന്താണ് മറ്റേ ആഴികരാവണില് ശ്രീനിവാസൻ പറയണ പോലെ അവിടെ പാല് കാച്ചി ഇവിടെ കല്യാണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മാറി പോകുന്നൊരു സാധനമാണ്. അതിനിടയിൽ ഏറ്റവും ഇതായിട്ട് പറയാവുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഒരു കാലത്തുള്ള കുറെ പടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാത്തിലും എല്ലാ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഒത്തിരി തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാവുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കുക. പിന്നെ അതിന്റെ വിശ്വാസം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ചിലത് സക്സസ് ആവും, ചിലത് പൊളിഞ്ഞു പോകുമ്പോൾ അങ്ങനെയാണ് പടങ്ങൾ. അങ്ങനത്തെ ഒരു സാധനമാണ് ഉള്ളത്. അപ്പൊ ഇതിന് ഈ അഹിംസയെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് മമ്മൂട്ടി മോഹൻലാലിന്റെ സാധനങ്ങളാണല്ലോ മെയിനായിട്ട്. മമ്മൂട്ടി അതിനകത്തൊരു പൊളിറ്റിക്കൽ ലീഡറായിട്ടാണ്, ഒരു തൊഴിലാളി നേതാവ്. പൊളിറ്റിക്കൽ ലീഡർ അല്ല, ഒരു തൊഴിലാളി നേതാവ്. പക്ഷെ മോഹൻലാലും ഒരു ഓപ്പോസിറ്റ് പൊളിറ്റിക്സിന്റെ ഒരു ലീഡറാണ്. പക്ഷെ അത് ഭീകര വില്ലനാണ്. ഇതിനകത്ത് മമ്മൂട്ടി നല്ല ഒരു മുതലാളി വർഗത്തിന്റെ ഒരു ഗ്യാങ്ങിലാണ്. ആ ഒരു ഗ്യാങ്ങിലാണ് പുള്ളിയുടെ ഒരു സാധനം വരുന്നത്. ഇയാള് ഒരു തൊഴിലാളികളുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവ്, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരാള്. അങ്ങനെ മമ്മൂട്ടി കൊല ചെയ്യപ്പെടുകയാണ്. ഈ സംഘർഷങ്ങളുടെ ഇതിന്റെ പ്രണയം, മമ്മൂട്ടിയെ പ്രേമിക്കുന്ന മമ്മൂട്ടിയെ കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ മോഹൻലാലും ജോസും കൂടെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു. കൊല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഈ ജോസിന്റെ ക്യാരക്ടർ ആദ്യം വളച്ച് അവളെ കല്യാണം കഴിക്കും. അവൻ മുതലാളിയാണ്. അപ്പൊ അവന്റെ പണവും സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇവള് അവരെ വീണു പോകുന്ന ഒരു രാജലക്ഷ്മി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ക്യാരക്ടർ. അതിൽ മോഹൻലാലിന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മയിലുണ്ട്. 50 നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും പകുതി 50-50. അപ്പൊ നീ എനിക്കും കൂടെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോസിന്റെ ക്യാരക്ടർ ഇവളെ
വാനിൽ കയറ്റുകയാണ്. ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് വാനിൽ കയറ്റിയിട്ട് വാനിൽ വെച്ച് റേപ്പ് ചെയ്യുക. ആ വാനിലുള്ള സീൻ ഓർമ്മ ഉണ്ട് ഒരു വെറുതെ ഒരു ഇംഗ്ലീഷ് പാട്ടിന്റെ ഒരു മൂളിപ്പാട്ടോടുകൂടിയാണ് ഇങ്ങനെ ഒരു മൂളലോടുകൂടി ഒരു ലൈൻ മാത്രം. അത് കഴിഞ്ഞിട്ട് നേരെ ടേപ്പ് റെക്കോർഡർ ഞെക്കാണ്. അതിനകത്തൊന്നും മറ്റേ വാനിനകത്ത് സിസ്റ്റം സെറ്റ് ഒന്നുമില്ല. ഒരു വലിയൊരു ടേപ്പ് റെക്കോർഡർ വെച്ചിരിക്കുകയാണ്. അത് പ്ലേ ചെയ്യുന്നു, പോകുന്നു, റേപ്പ് നടക്കുന്നു. പിന്നെ കൊലപാതകം. ആ കൊലപാതകം മമ്മൂട്ടിയുടെ തലയിൽ വരുന്നു. അവള് ആത്മഹത്യ ചെയ്തതാണ് അതിന് കാരണക്കാരൻ. അല്ല, അതിന്റെ ഇടയിൽ ആ കൊലപാതകം നടക്കുമ്പോൾ അത് കണ്ട പപ്പുവിനെ കൊല്ലാതെ അവർ കൊണ്ടുപോവാ. അല്ല, അത് മമ്മൂട്ടിയെ കൊല്ലുന്നത്. ഞാൻ പറഞ്ഞ രാജലക്ഷ്മിയുടെ കാര്യം. രാജലക്ഷ്മിനെ കൊന്നിട്ട് പുഴയിലെറിയും. അത് അവളുടെ ബോഡി കിട്ടുമ്പോൾ മമ്മൂട്ടി കല്യാണം കഴിക്കാനിരുന്ന പെണ്ണാണ്. അവള് പ്രഗ്നന്റ് ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ മമ്മൂട്ടിയുടെ തലയിൽ വരും. ലക്ഷ്മി കൊല്ലപ്പെട്ടതിന് ശേഷം ഈ വിവരം മമ്മൂട്ടിയുടെ ക്യാരക്ടർ അറിയും. മറ്റേ ഈ സുരേഷ് എന്ന് പറയുന്ന ജോസിന്റെ ക്യാരക്ടർ ഇവളെ പ്രഗ്നന്റ് ആക്കിയെന്നും മറ്റൊന്ന് റേപ്പ് ചെയ്ത വിവരം അറിയില്ല. അതുകൊണ്ടാണ് ഇവള് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഇവരെ കാണാൻ പോവാണ്. ജോസിനെയും മോഹൻലാലിന്റെ ക്യാരക്ടറിനെ കാണാൻ പോവാം. അങ്ങനെ അവിടെ നിന്നുണ്ടാകുന്ന ഫൈറ്റിലാണ് ഈ മമ്മൂട്ടിയുടെ ക്യാരക്ടർ കൊല്ലപ്പെടുന്നത്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ കൊല്ലപ്പെടുമ്പോഴാണ് അവിടെ പപ്പു വരും. പത്രമിടാൻ പോകുന്ന പപ്പുവിനെ അവര് പിടിച്ച് ട്രാപ്പിലാക്കി കൊണ്ടുപോകും. പക്ഷെ പപ്പു വരുമ്പോ ഈ രാജലക്ഷ്മിയുടെ ക്യാരക്ടർ കൊല്ലപ്പെടുമ്പോ ലാലു ലക്സ് ബ്രദറാണ്. ഇയാള് വാസുവിനെ കൊല്ലുമെന്നും പറഞ്ഞ് കത്തിയെടുത്തിട്ട് പോകുന്നുണ്ട്. ഈ മമ്മൂട്ടിയെ കൊന്ന കുറ്റം ലാലു ലക്സിന്റെ മേളിലേക്ക് കെട്ടിവെക്കും. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് ഇയാൾക്ക് വില്ലന്മാരുടെ പ്ലാനിങ്ങാ. മനസ്സിലായി. അതിനകത്തൊരു എന്താണ് ഈ വർഗീയത ഉണ്ടാക്കുന്ന രണ്ട് ടീമുകൾ. അതിലൊരാൾ ഇത് മുസ്ലിം ഹിന്ദു വർഗീയ ഇതാക്കിയിട്ട് ഇതിനെ അങ്ങ് ഡെവലപ്പ് ആക്കും. എന്നിട്ട് ലാലു ലക്സിനെ കുത്തിയത് ഒരു മുസ്ലിം കഥാപാത്രത്തിന്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് തീവ്രവാദ സാധനമാക്കി മാറ്റിയിട്ട് ഭയങ്കര ലഹള നടക്കണം നാട്ടിൽ മുഴുവൻ. ആ ലഹള എല്ലാം അവസാനിപ്പിക്കുന്നത് മനസ്സിലായി പപ്പു തിരിച്ചു വരുമ്പോഴാണ് അത് അവസാനിക്കുന്ന ഒരു സാധനം വരുന്നത്. അങ്ങനെ ഒരു പ്രണയവും ഒരു റേപ്പും സാധനങ്ങളും ഉണ്ടായത് നേരെ വർഗീയ ലഹളയിലേക്ക് മാറ്റി വലിയൊരു സാധനമാക്കി മാറ്റിയിട്ട് അതിന് മുമ്പും ഒരു വർഗീയ ലഹള അവിടെ ഉണ്ടാവുന്നുണ്ട് ആ നാട്ടിൽ. ഒരു അമ്പലത്തിന്റെ പേരിൽ ഒരു ചെരുപ്പ്. അതിൽ വേറൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഗോഡൌണിനകത്ത് മോഹൻലാലും ജോസും കൂടി കെട്ടിയിട്ടുള്ള പപ്പു അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് രക്ഷപ്പെട്ടു പോരുന്നത്. ഭയങ്കരമായിട്ട് നിങ്ങൾ ആലോചിക്കുക. ആ സീൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരെ അടിച്ചു എഴുതിട്ടല്ലേ പോരുന്നത്. അതേപോലെ തന്നെയാണ് തൃഷ്ണ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മമ്മൂട്ടിയുടെ കരിയറിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയെന്ന് പറയാം. ശരിക്കും പുള്ളിനെ ആദ്യം കാണുമ്പോൾ നമ്മൾ ഭയങ്കര നെഗറ്റീവ് കഥാപാത്രമായിട്ട് ഫീൽ ചെയ്യും. ഇയാള് ഭയങ്കര ഫോറിൻ കാർ ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. ആ കാർ ഏതാന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തായിരുന്നു. കിട്ടിയില്ല. ഇല്ല, ഒരു റെഡ് കാറ്. അത് കാറിന്റെ ഭയങ്കരമായിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തു. രണ്ടുമൂന്ന് പേര് കാണാത്തോണ്ടായിരിക്കാം എന്താന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഈ ഇദ്ദേഹം ഭയങ്കര കോട്ടും സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കര എസ്റ്റേറ്റ് മുതലാളിയാണ്. തേയിലയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭയങ്കര എസ്റ്റേറ്റ് മുതലാളിയാണ് പുള്ളി. ഈ കോട്ടും സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ കാറിൽ വരികയാണ് ഒരു പെണ്ണുമായിട്ട്. പുള്ളി കാശുണ്ട്. സ്വപ്ന എന്ന് പറയുന്ന നടിയാണ്. ആ ഒരു കഥാപാത്രമുണ്ട് കൂടെ. അപ്പോൾ അവരൊരു പോസിറ്റീവായിട്ടാണ്. ഇയാൾ കുറച്ച് നാളത്തേക്ക് അവരെ റെന്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് താമസിക്കുന്നു. അതിനിടയ്ക്ക് ഇയാളുടെ പരിചയക്കാരായിട്ടുള്ള ഒരു ഫാമിലി അവിടെ വന്ന് ഇയാളെ പരിചയപ്പെടുന്നു. അപ്പൊ അതിനകത്ത് ഇയാൾ പിന്നെ അവരങ്ങ് കാണാൻ വിളിക്കുന്നു. അവരങ്ങ് പോകുന്നു. അവിടെ ഒരു പെണ്ണുണ്ട്. അത് ഈ മറ്റേ കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയില്ല. രാജലക്ഷ്മി എന്ന് പറയുന്ന നടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അവര് നേരത്തെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് താല്പര്യമില്ലാതെ ഒഴിവാക്കി വീട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇയാളുമായിട്ട് സംസാരിച്ച് ഇയാളുമായിട്ട് അടുക്കുന്നു. ഇയാളുമായിട്ട് അവരെടുക്കുന്നില്ല, പക്ഷെ ഇയാൾക്ക് ഭയങ്കര അടുപ്പം തോന്നുന്നു അവരോട്. അങ്ങനെ പുള്ളിയുടെ കഥ പറയാണ്. പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് തെറ്റിദ്ധാരണയിലാണ്. ഈ സ്വപ്ന എന്ന് പറയുന്ന പറഞ്ഞു എന്താ പറയണത്? അല്ല, ഈ സ്വപ്ന എന്ന് പറഞ്ഞ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവര് വരുമ്പോ ഭാര്യയാണെന്നാണ് പറയുന്നത് ആദ്യം.
അപ്പൊ അവള് ഇയാളുടെ ഭാര്യ ആയിട്ട് അഭിനയിക്കുന്ന ഒരു സാധനം അങ്ങ് ആസ്വദിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതിലിടയ്ക്കാണ് ഇവൻ ഇവളുമായിട്ട് അടുക്കുമ്പോൾ സത്യം പറയുന്നത്, ഞാൻ ഭാര്യയല്ല, അങ്ങനെ നീ എന്നോട് അറപ്പ് തോന്നും അല്ലെങ്കിൽ ദേഷ്യം തോന്നും, ഞാനിങ്ങനെ ഒരു ഇതിനു വേണ്ടി കൊണ്ടുവന്നതാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇവര് ശരിക്കും ആക്ച്വലി ഭയങ്കര വളരെ ചെറുപ്പത്തിലുള്ള പരിചയക്കാരാണ്. കാര്യം വെച്ചാൽ മമ്മൂട്ടിയുടെ ഒരു ചെറുപ്പത്തിൽ വിളിക്കുന്ന ഒരു പേര് വിളിക്കേണ്ട, അങ്ങനെ കൊച്ചിലെ വിളിക്കുന്ന ഒരു പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഭയങ്കര പരിചയക്കാരാണ് ശരിക്കും. അപ്പോൾ ആ ഒരു ഇത് ഇങ്ങനെ ഡെവലപ്പായി അവസാനം ഇവൾക്ക് വേറെ ആളായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവൾ ആ കല്യാണം കഴിച്ചത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പോവില്ല, എന്ത് വന്നാലും പോവില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മമ്മൂട്ടി ഫ്രണ്ട്സ് ആവും, ഇവർ ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ നിൽക്കുമ്പോൾ മറ്റേ വിജയ് ശങ്കർ എന്ന് പറയുന്ന ഇവളുടെ ഭർത്താവ് വരിക. അയാൾ വന്ന് ഇയാൾ പറയും മമ്മൂട്ടി പേപ്പറുമായിട്ട് അവരെടുത്തുകൊണ്ട് പോകും കൊടുത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പറയും ഞാൻ സംസാരിച്ച തീരാത്ത പ്രശ്നമല്ലെന്നൊക്കെ പറഞ്ഞ് ഇവളെ കുറെ ബ്രെയിൻ വാഷ് ചെയ്ത് സംസാരിച്ചിട്ട് പറയും ഞാനവിടെ റൂമിലുണ്ടാവും. റൂമിലല്ല പണ്ട് പറയണ ടി വി ഞാൻ ടി വിയിലുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. അങ്ങനെ മറ്റ് ഈ മമ്മൂട്ടിയാണെങ്കിൽ സ്വപ്നേനെ പറഞ്ഞും വിട്ടു, ഇവളെ കല്യാണം കഴിക്കാതെ പ്രതീക്ഷിക്കുകയും ചെയ്ത്, ഇവളിപ്പോൾ കൂടെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഒഴിവാക്കി ഇവള് രതീഷിൻ്റെ കൂടെ പോകും, സ്വന്തം ഭർത്താവിൻ്റെ കൂടെ പോകും. അപ്പോൾ അയാളെ പറയുന്നൊരു ഇതുണ്ട്, കാരണം സ്വന്തം ഭാര്യയല്ലേ, അവളെപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് ഞാൻ കൂടുതൽ കെയർ ചെയ്തില്ല, അറ്റൻഷൻ കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് ശരിക്കും അതിനകത്തെ ആ സിനിമയുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇയാൾ ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കുള്ള ഒരു ആളായതുകൊണ്ട് സ്വന്തം ഭാര്യ എപ്പോഴും വീട്ടിലുണ്ട്, എപ്പോഴും വീട്ടിൽ വരുന്ന കാണുന്ന ഒരാള് ബിസിനസ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും വരില്ല. ആ വരുന്ന സമയത്ത് അത് ഇത് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അയാൾ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചു. വീട്ടിൽ ഭാര്യയ്ക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അവൾക്കുള്ള അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയില്ല. ഇത് വളരെ റിലവന്റ് സബ്ജക്റ്റ് അല്ലേ, ഇന്നിപ്പോ വളരെ അധികം ആൾക്കാർ ചർച്ച ചെയ്യുകയും പല ആൾക്കാർ മാറി താമസിക്കുകയും ഈവൻ ഡിവോഴ്സിലേക്ക് വരെ പോകുന്നതിന്റെ ഒരു വിഷയമാണ് ഇതിനകത്ത് സംസാരിച്ചത്, കാലത്ത് സംസാരിച്ചിരിക്കുന്നത്. അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുകയും ഒരുമിച്ച് ഒരു ഇത് കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് മനോഹരമായിട്ട് സംസാരിച്ച ഒരു സിനിമയാണ് ശരിക്കും. കാരണം ഈ ഒരു ക്യാരക്ടറിന്റെ കഥയിലൂടെയാണ് ശരിക്കും ലൈഫിലേക്ക് ഇത് പോകുന്നത്. ബാക്കിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് പറയുന്നൊരു വിഷയം ഇതാണ്. ആ രതീഷ് വന്നൊരു 10 മിനിറ്റ് സംസാരിക്കുന്നതിനകത്താണ് കഥയുടെ ഏറ്റവും വലിയ കഴമ്പ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് തൃഷ്ണയില് മോഹൻലാലില്ല, അഹിംസയില് മോഹൻലാല് വളരെ മനോഹരമായിട്ടുള്ളൊരു വില്ലൻ കഥാപാത്രം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ തൃഷ്ണയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ മമ്മൂട്ടി നല്ല നായകന്റെ ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അവസാനം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെയാണ് രതീഷ് വരുന്നത്, ലാസ്റ്റ് ഒരു 10 മിനിറ്റ്. ഇതിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് ഒരു ഗസ്റ്റ് റോളിലാണ് രതീഷ് വരുന്നെങ്കിൽ പോലും അത്രയും നേരം മമ്മൂട്ടിയായിട്ട് ഒരു സൗഹൃദം കീപ്പപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഡിവോഴ്സിലേക്ക് വരെ പോയാലോ എന്ന് ആലോചിക്കുന്ന ഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി, എനിക്ക് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ പറയുന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു സ്ട്രോങ് ക്യാരക്ടറാണത്. അതിനകത്തുള്ളൊരു സീൻ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ ഡിവോഴ്സ് പേപ്പർ ഇങ്ങനെ കൊടുത്തിട്ട് പുള്ളി അത് കാട്ടിലേക്ക് ഇങ്ങനെ ചുമ്മാ അങ്ങനെ കണ്ട് വലിച്ചെറിയുന്ന ഒരു സീൻ, എന്നിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന പോലെ ഒരു ടയർഡാണ്, ഞാൻ ഇന്ന പോലെ ടി വിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോണ ആ സാധനം കൊള്ളാം. പിന്നെ അതിനകത്ത് വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് ഹൗസിൻ്റെ, അതായത് മമ്മൂട്ടി വന്ന് താമസിക്കുന്ന ആ ഗസ്റ്റ് ഹൗസിൻ്റെ കെയർ ടേക്കറിൻ്റെ മകൻ രാജ്കുമാർ, ഒരു വളരെ സുന്ദരനായിട്ടുള്ള അല്ലേ രാജ്കുമാറിന്റെ കഥാപാത്രം ഇവിടെ വന്ന് ഇവളുമായിട്ട് അടുപ്പമാവും, ഇവള് അവനായിട്ട് പുറത്തു പോകും. പുറത്തു പോയി കഴിഞ്ഞ് ഒരു മഴയത്ത് ഇവരൊരു മരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇന്റിമസി സീനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് കുറ്റബോധത്തോട് കൂടിയിട്ട് മാറി നിന്നിട്ട് പറയും, സോറിയൊക്കെ പറയുന്ന സമയത്താണ് ഇവളുടെ കഥ പറയുന്നത്. ഞാൻ ആരും വിളിച്ചാലും പൈസ തന്ന കൂടെ പോകുന്ന ഒരാളാണ്.
അപ്പോൾ ഇവന് ഇവളോട് ഇഷ്ടം തോന്നുകയാണ്. ഒടുവിൽ ഇവളുടെ കൂടെ ഇവൻ പോകുന്നുണ്ട്. ഇവൻ അവളുടെ ഒരുമിച്ച് ജീവിക്കാന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ട് അവളുടെ കൂടെ പോകുന്നതായിട്ടാണ് ലാസ്റ്റ് ഒരു സാധനം കാണിക്കുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് കൃഷ്ണ. അല്ല, അന്നത്തെ ഇതിനകത്തൊരു കാര്യം ചോദിക്കണം വെച്ചാൽ, ഈ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ കണ്ടുള്ളവരുടെ ഒരു അനുഭവം ചോദിക്കണം. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് കമന്റിലൂടെ അറിയാൻ പറ്റും. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പിന്നീട് അത് യൂട്യൂബിലെ കാണുകയും അല്ലെങ്കിൽ CD-യിലൂടെ കാണുന്നവർക്കൊക്കെ അന്ന് തിയേറ്ററിൽ അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ഈ ഒരു സബ്ജക്റ്റിനോട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാം എനിക്ക്. ഇപ്പൊ ഇത്രയാണ് ഈ 2 സിനിമകളെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ആകെ നമുക്ക് സംസാരിക്കാനുള്ളത് 81-ല് ആകെ ഒരു സിനിമയേ ഉള്ളൂ, ഊതിക്കാച്ചി. അതിലിപ്പോൾ 2 പേരുണ്ട്. ഞാൻ ഒത്തിരി യൂട്യൂബിലും OTT-ലൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് കാണണമെന്ന് വളരെ അധികം ആഗ്രഹമുള്ളൊരു സിനിമയാണ്. പലതും ബിറ്റ്സായിട്ട് പലയിടത്തും കണ്ടിട്ടുണ്ട്. മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞ പടം, അത് OTT-ൽ കാണുന്നില്ല. പിന്നെ അതുപോലെ യൂട്യൂബിലും കാണുന്നില്ല. എവിടെയെങ്കിലും അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു ലിങ്ക് ആരെങ്കിലും അയച്ചു തരികയാണെങ്കിൽ വളരെ സന്തോഷം. ഒന്ന് കാണുന്ന ആഗ്രഹം ഉണ്ട് ആ പടം. മദ്രാസിലെ മോൻ, മറ്റേ തിരുവല്ലയിലെ അത് ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഞാൻ സെർച്ച് ചെയ്തിരുന്നു, കാണാൻ പറ്റില്ല. ഒന്ന് കാണാം. അപ്പോൾ കിട്ടുകയാണെങ്കിൽ അതും ഊതിക്കാച്ചു കൊണ്ടും കൂടി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വരാം. Until then, okay, all right, bye. Bye.